ഹലോ ഗായ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബദാം മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 20 ബദാം, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ്. നന്നായിട്ട് ക്രഷ് ചെയ്യാനായിട്ട്. നന്നായിട്ട് പൊടിയണമെന്നില്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ബ്ലെൻഡായ പോലെ എനിക്ക് തോന്നി. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മിൽമാപ്പാൽ ഒരു പാക്കറ്റ്, ചെറിയ കട്ടയുണ്ടായിരുന്നു. അതൊന്നും കട്ടയൊന്നും പ്രശ്നമല്ല, ബ്ലെൻഡായി കഴിയുമ്പോൾ അത് ഓക്കെ ആവും കേട്ടോ. ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലെടുത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇത് ഷെയ്ക്കല്ല, ബദാം മിൽക്കാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പാക്കറ്റ് പാലോട് നമുക്ക് കറക്റ്റ് ഒരു 3 ഗ്ലാസ് ക്വാണ്ടിറ്റി, ഒരു 3 ഗ്ലാസ് കിട്ടും കേട്ടോ. അതിലേക്ക് ടൈഗറിൻ്റെ ബദാം മിക്സും കൂടി ആഡ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. നന്നായി ബ്ലെൻഡ് ആവണം കേട്ടോ, നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ മിക്സിയുടെ ജാർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി മധുരക്കുറവ് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ കുങ്കുമപ്പൂവും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ കുങ്കുമപ്പൂ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ടില്ല. നമുക്കിത് അതായത് ബദാം മിൽക്ക് നമുക്ക് തണുത്ത പാലിലും തിളപ്പിച്ച പാലിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ നോർമൽ തണുത്ത പാലിലാണ് ചെയ്തിരിക്കുന്നത്. 3 ഗ്ലാസ് ഉണ്ടായിട്ടോ ക്വാണ്ടിറ്റി. അത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്.